മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി ജനപക്ഷം 2025. വിജനമായ ഊടുവഴികൾ തിരക്കേറിയ തെരുവുകൾക്ക് വഴിമാറുന്നു. വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും ജനങ്ങളിൽ നൂറുമേനി പൊലിയളക്കുന്നു. മനസ്സുകളിൽ നിന്നും കാതുകളിലേക്ക് ആഘോഷത്തിന്റെ ആരവം പടരുന്നു. ഇപ്പോഴിതാ വീണ്ടും നിങ്ങളുടെ ഊഴമായി. ഇനി നിങ്ങൾ വിധിക്കുന്നു നിങ്ങളുടെ ഹിതം. ജനപക്ഷം 2025. നഗരസഭയിലെ 1 മുതൽ 43 വാർഡുകളിൽ സിറ്റി ന്യൂസ് നടത്തിയ ഓട്ടപ്രദക്ഷിണത്തിന്റെ നേർക്കാഴ്ചയുമായി ജനപക്ഷം 2025. ആകെയുള്ള 43 വാർഡുകളിൽ 19 വാർഡുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി ജനറൽ വിഭാഗത്തിന് 2 വാർഡുകളും പട്ടികജാതി വനിതകൾക്കായി 3 വാർഡുകളും സംവരണം ചെയ്തിട്ടുണ്ട്. 653 പുരുഷ വോട്ടർമാരും 728 സ്ത്രീ വോട്ടർമാരുമടക്കം 1381 വോട്ടർമാരുള്ള 37-ാം വാർഡായ പൊർത്തുശ്ശേരി വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് കാർളം പഞ്ചായത്ത് അതിർത്തിയും കിഴക്ക് കാർളം പഞ്ചായത്ത് അതിർത്തി മുതൽ ചെമ്മണ്ട പൊർത്തുശ്ശേരി റോട്ടിൽ നിന്നും ചെമ്മണ്ട ബൈലൈൻ റോട്ടിൽ ഇടത്തോട്ട് തിരിഞ്ഞ് ചെമ്മണ്ട 2ാമത്തെ ബൈലൈൻ റോഡ് വഴി ചെമ്മണ്ട പൊർത്തുശ്ശേരി റോട്ടിലൂടെ മനക്കൽ ഇടവഴി വഴി കൊട്ടേപ്പാടം റോഡ് വരെയും തെക്ക് ചെമ്മണ്ട പൊർത്തുശ്ശേരി റോട്ടിൽ നിന്നും ആരംഭിച്ച് മനക്കൽ ഇടവഴി കൊട്ടേപ്പാടം റോട്ടിലൂടെ കാർളം പഞ്ചായത്ത് അതിർത്തി വരെയും പടിഞ്ഞാറ് അന്താരത്തോട്ടിലെ കാർളം പഞ്ചായത്ത് അതിർത്തി വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി ഡാലി ജോബ്, NDA സ്ഥാനാർത്ഥിയായി വിജയകുമാരി അനിലൻ, LDF സ്ഥാനാർത്ഥിയായി ഷീബ ശശിധരൻ എന്നിവരാണ് ജനവിധി തേടുന്നത്. അതായത് കുടിവെള്ളക്ഷാമമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന വിധം എന്തായാലും അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നനവെള്ളം, അത് നനവെള്ളം ഉണ്ടെങ്കിൽ കിണറുകളിലെ വെള്ളം എന്നും ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ അതിന് എന്തായാലും ഒരു സൊല്യൂഷൻ എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തിരിക്കും. ആദ്യം കൊടുക്കുന്നത് കുടിവെള്ളക്ഷാമത്തിന് തന്നെയായിരിക്കും ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് അവർക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ അത് എല്ലാ റോഡുകളിലും സ്ഥാപിക്കാനുള്ളത് ചെയ്യും. അതുപോലെ റോഡുകൾ ഏതാണോ ഉപയോഗശൂന്യമായി കിടക്കുന്നത് അതൊക്കെ ഉപയോഗയോഗ്യമാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. വിഷയങ്ങൾ നമ്മുടെ വികസനം തന്നെയാണ്. നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ വികസനം തന്നെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. കാരണം റോഡുകളായാലും മറ്റുള്ള പദ്ധതികളായാലും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഇരിഞ്ഞാലക്കുട നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. UDF വൻ പരാജയം തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് UDF ഭരിച്ചിട്ട് നമ്മൾക്ക് എന്തായാലും നമുക്കറിയാം ഇത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. കാരണം ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ തന്നെ അറിയാം റോഡുകളുടെ അവസ്ഥ. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ പണിതിട്ടിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ, ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഉദാഹരണത്തിന് എൻ്റെ വാർഡിലൊരു സാംസ്കാരിക നിലയം, പാറപ്പുറം സാംസ്കാരിക നിലയം, ഒരു 30 ലക്ഷത്തോളം രൂപ ചെലവിട്ടിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതിന് ലാസ്റ്റ് വന്നപ്പോൾ അവർ വെള്ളത്തിൻ്റെ ആയാലും കറണ്ടിൻ്റെ ആയാലും പ്രശ്നം പറഞ്ഞത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല. ഞങ്ങളത് പ്രതിഷേധമായിട്ട് ഞങ്ങൾ BJP ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളത് ഉദ്ഘാടനം ചെയ്തു. അത്രയ്ക്കാണ് ഞങ്ങൾക്ക് ഇവിടെ. കാരണം ഒരു വികസനത്തിനും അവർ നമുക്ക് ഇത് തരുന്നുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണെങ്കിൽ അവർ 6 പേരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉള്ളത്. LDFൻ്റെ 3 പേരും UDFൻ്റെ 3 പേരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉള്ളത്. അപ്പോൾ നിലവിൽ ആ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൂടിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് അവിടെ ഭരണം നടത്തുന്നത്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചരുന്നതല്ലാണ്ട് ഒരു വികസനം അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തായാലും നമ്മളെ LDFനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കരുവന്നൂർ പ്രശ്നം എടുത്ത് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ഈ കരുവന്നൂർ പ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ, ബാങ്കിൽ പൈസ ഇട്ടവരുടെ ഓരോ അവസ്ഥകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരും പറയും ചേച്ചി നമുക്ക് അന്ന് പൈസ കിട്ടും, ഇന്ന് പൈസ കിട്ടുന്നുള്ള. ഞങ്ങൾ തന്നെ ഒരുപാട് അപേക്ഷകൾ ഞങ്ങളിപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ അവർക്ക് അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ എന്ത് തന്നെ പറഞ്ഞാലും അവർ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് വോട്ട് മേടിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങളൊരു നോണയും പറയുന്നില്ല. ഞങ്ങളുടെ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത്.
നിലവിലെ വിഷയങ്ങൾ കുടിവെള്ളം തന്നെയാണ്. കുടിവെള്ളം ഒരു 80 കണക്ഷനോളം നമുക്ക് അമൃത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പകുതി കണക്ഷനാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. പൈപ്പ് വന്നില്ല എന്നും പറഞ്ഞിട്ട് അവർ കുറേ ഇതുകൾ പറഞ്ഞു. ഒരു 13 കോടി രൂപയുടെ ആണ് ഫണ്ട് വന്നിട്ടുള്ളത് അമൃത് പദ്ധതി. അതിൽ അവർ പറയുന്നുണ്ട് ഈ അമൃത് പദ്ധതി 13 കോടി രൂപ അവിടെ ചെലവഴിച്ചെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. അവർ പറഞ്ഞു 13 കോടിയുടെ പദ്ധതി നമുക്ക് കൗൺസിലിൽ അംഗീകരിച്ച കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ വാർഡിലേക്ക് ഏറ്റവും ഉയർന്ന പ്രദേശമാണ് തലയണക്കുന്ന് പ്രദേശം. നമുക്കിവിടെ കുടിവെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വന്ന് കയറി അന്ന് തുടങ്ങി ഞങ്ങൾ പറയുന്നതാണ് ഈ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു പൈപ്പ് അവിടെ കിട്ടിയത്. അത് കുറേ സമ്മർദ്ദം വാട്ടർ അതോറിറ്റിയുമായിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്ന് വെള്ളം ഇട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ പൈപ്പ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളാണ് ഇട്ടത്. അപ്പോൾ ഒരുപാട് കണക്ഷനുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ പകുതി കണക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് നിൽക്കുന്നത് കുടിവെള്ളം തന്നെയാണ്. കഴിഞ്ഞ 2015-20 കാലവർഷത്തിൽ ഞാൻ കൗൺസിലറായി നിന്ന സമയത്ത് തുടങ്ങി വെച്ച ഒരു പദ്ധതികളും പൂർത്തീകരിക്കാനായിട്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം അപ്പോഴത്തെ കൗൺസിലർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പുതിയ റോഡുകളായാലും 2 പുതിയ റോഡുകൾ ഞാൻ വന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. 2-3 കൽവർട്ടുകൾ, അതുപോലെ തന്നെ 48 വീട്, ശാരദാ കുഞ്ഞൻ സാംസ്കാരിക നിലയം നമ്മൾ 15 ലക്ഷം വെച്ചിട്ടാണ് അത് തുടങ്ങിയത്. അതിപ്പോഴും പൂർത്തീകരിക്കാനായിട്ട് ഇപ്പോഴത്തെ കൗൺസിലർക്ക് സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇതിൽ ഞാൻ ജയിച്ചു വന്നാൽ നമുക്ക് ജനങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് കുടിവെള്ളത്തിനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് നമുക്ക് ഇനിയും ഒരു പുതിയ കുടിവെള്ള പദ്ധതിയും ലിഫ്റ്റ് ഇറിഗേഷനും പുനരുദ്ധരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും. UDFൻ്റെ ഭരണം നല്ലൊരു ഭരണമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അത് തുടർന്ന് പോണേൽ എല്ലാ ആൾക്കാർക്കും നമ്മളോട് യോജിച്ച് പോകുന്ന എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള അഭിപ്രായമില്ല. വേറൊരു ഭരണം LDF ഭരണം കാഴ്ചവെക്കണം എന്നുള്ള രീതിയിലാണ് എല്ലാ ജനങ്ങളുടെയും അഭിപ്രായം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കുടിവെള്ളം തന്നെയാണ് ഞങ്ങളുടെ തലയണക്കുന്ന് പ്രദേശത്ത് ആൾക്കാർക്ക് ഭയങ്കര ക്ഷാമമായിട്ട് നിൽക്കുന്നത്. 588 പുരുഷ വോട്ടർമാരും 737 സ്ത്രീ വോട്ടർമാരുമടക്കം 4325 വോട്ടർമാരുള്ള 42ാം വാർഡായ പുത്തൻതോട് വാർഡ് സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് പുത്തൻതോട് കാർളം റോട്ടിൽ മൂർക്കനാട് വെട്ടുകുന്നത്തു കാവ് വഴി, കാർളം പുത്തൻതോട് റോഡ് വഴി ഷൊർണൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പുത്തൻതോട് സെന്റർ വരെയും, കിഴക്ക് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പുത്തൻതോട് സെന്റർ മുതൽ MM കനാൽ വരെയും, തെക്ക് MM കനാലും പടിഞ്ഞാറ് MM കനാൽ മുതൽ ചാത്രാപ്പ് റോഡ് കൂടി നെയ്ത്തുശാല റോഡ് വഴി കാർളം പുത്തൻതോട് വഴി പട്ടരുമടം റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി അല്ലി പോളി, NDA സ്ഥാനാർത്ഥിയായി ചിത്ര ബിനിൽ, LDF സ്ഥാനാർത്ഥിയായി രമ്യ ഷിബു എന്നിവരാണ് ജനവിധി തേടുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും കുറേയേറെ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് പാലിക്കണം. അപ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക, അതാണ് ഞാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇവിടെ തന്നെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. കുറേയേറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അങ്ങനത്തെ രൂക്ഷമായ പ്രശ്നങ്ങളല്ല. രൂക്ഷമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. കരൂന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം തന്നെ. അപ്പോൾ അതുകൂടാണ്ട് പിന്നെ ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ കുറച്ച് ഏരിയകളിലെ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ പദ്ധതി എത്തിയിട്ടുള്ളൂ. അത് കുറച്ച് കൂടുതൽ ഏരിയയിലേക്കും കൂടി എത്തിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ പുത്തൻതോട് ബണ്ട് റോഡ് അതാകെ തകർന്ന് കിടക്കുകയാണ്. അതിൻ്റെ ഒരു പുനർനിർമ്മാണ പ്രവർത്തനം, അതുപോലെ തന്നെ പോക്കറ്റ് റോഡുകൾ കുറേയേറെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ റീടാറിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ അവർ നമ്മളോട് കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുമല്ലോ, അതല്ല നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാണ്ട് കുറേ വേറെ വികസനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണി കണ്ട പ്രവൃത്തികൾ ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ വീടുകളിലേക്കായിരിക്കും അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കും ചിലരുടെ ആവശ്യം. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പദ്ധതികളൊന്നും നമുക്ക് ഇവിടെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഞങ്ങളിപ്പോൾ കുറേ വീടുകളിൽ കയറി ഇറങ്ങി നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ 5 ലക്ഷം രൂപയുടെ ഫുൾ കവറേജ് ഒക്കെ ഉണ്ട് നമുക്ക്. അതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പലർക്കും അറിയില്ല, അവർക്ക് അത് എത്തിയിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ നമ്മൾ കൂടുതലും ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരൊരു ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതലും മുൻഗണന നൽകണത്. ഇപ്പോൾ
നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വീടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മളവിടെ ചെന്നപ്പോൾ നമ്മുടെ അടുത്ത് അവരുടെ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ കുറേ ചേച്ചിമാരും കുറേയേറെ ആൾക്കാരുകളുണ്ട്. അവർ പലരും ഇപ്പോൾ വാടകയ്ക്കൊക്കെയാണ് താമസം. അപ്പോൾ അവരിൽ കുറേ വയ്യാത്തവരുണ്ട്, പിന്നെ ബുദ്ധിമാന്ദ്യമുള്ള ആൾക്കാരുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ്റെ സമയത്ത് കുറേയേറെ വാഗ്ദാനങ്ങൾ ഇതൊക്കെ കിട്ടിയിരുന്നു, ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് ഇന്ന് വരെ അതൊന്നും കിട്ടിയിട്ടില്ല. നമുക്കതൊക്കെ നടപ്പിലാക്കണം. പിന്നെ കുറേ വീടുകൾ ഇപ്പോഴും ഇപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയാലും പൈസ കിട്ടിയിട്ടായാലും കുറേ വീടുകൾ ഇപ്പോഴും പണി തീരാണ്ടും ഒന്നും ലഭിക്കാണ്ടും കിടക്കുന്നവരുണ്ട്. അർഹതപ്പെട്ടവർക്കൊന്നും കിട്ടാണ്ട് കിടക്കുന്നുണ്ട്. അവരിലേക്കൊക്കെ നമ്മുടെ സേവനങ്ങൾ എത്തിച്ച് അവരുടെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തറയ്ക്ക റോഡിൻ്റെ ടാറിങ് ബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ നമ്മുടെ ചീപ്പ് ബണ്ട് റോഡിൻ്റെ സൈഡ് കെട്ടാനുള്ളത് മുനിസിപ്പാലിറ്റിക്ക് അറിയിപ്പ് കൊടുത്ത് അത് നല്ല പുതിയ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിയും പിന്നെ പെൻഷൻ്റെ കാര്യങ്ങൾക്കായാലും നമ്മുടെ ഈ 42-ാം വാർഡിൻ്റെ ഏത് പ്രവർത്തനത്തിനും ഏത് രാത്രിയിലായാലും പകലായാലും എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വാർഡിലെ എല്ലാ മെമ്പർമാർക്കും എൻ്റെ സഹായം നൽകുന്നതെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ വികസനം പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെ നടന്നിട്ടുള്ളത്. ഈ മുൻകാലങ്ങളിലുള്ള കൗൺസിലർമാരായാലും നല്ല ഇതിൽ തന്നെ എല്ലാ വാർഡുകളിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ നിന്നും സർക്കാരിൽ നിന്നും നമ്മുടെ വാർഡ് അംഗങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ നേടിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് ഞാൻ താറുമാറായി കിടക്കുന്ന റോഡുകളുടെ ടാറിങ്ങിനുള്ള പ്രവർത്തനം പിന്നെ കോൺക്രീറ്റുകൾ ചെയ്യാനായിട്ടും കുടിവെള്ളം എത്താത്ത വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനും പിന്നെ തെരുവ് വിളക്ക് കത്താത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാനും. നമ്മുടെ വാർഡിൻ്റെ വികസനത്തിനും ഇപ്പം നമ്മുടെ വാർഡ് LDF ഭരണം തന്നെയാണ്. ആളുടെ പ്രവീൺ എന്നാണ് ആളുടെ പേര്. ആളുടെ ഒരു പിൻഗാമിയായിട്ട് നമ്മുടെ വാർഡിൻ്റെ വികസനങ്ങളും എല്ലാതും അതുപോലെ തന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ അതിലും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വാർഡിൻ്റെ വികസനത്തിനെയാണ് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ. ബാക്കി നമുക്ക് ഇപ്പോൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ വോട്ടർമാരും നമ്മുടെ അടുത്ത് ഇന്നതുപോലെ ചെയ്യണം നമ്മുടെ വാർഡിന്. അപ്പോൾ മുമ്പ് ചെയ്ത ആളുടെ നല്ലൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടി കുറേ നമ്മുടെ അടുത്ത് ഓരോരുത്തർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിൽ ജയം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിൻ്റെ ഒപ്പം മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ്. ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ നമ്മുടെ വാർഡിലെ റോഡുകളുടെ വികസനങ്ങൾ കുറച്ച് പൂർത്തീകരിക്കാനുണ്ട്. അതിലേക്കും പിന്നെ വാർഡിൽ ബാക്കി നമ്മുടെ മുൻ കൗൺസിലർ ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് ചെറിയ ഒരു പൂർത്തീകരിക്കാണ്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും മെയിനായിട്ട് എടുത്ത് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ റോട്ടിൽ ചില ഇടങ്ങളിൽ വെള്ളം പോകുവാനുള്ള സൗകര്യം കുറവാണ്. അതും എന്തായാലും നമ്മളത് എടുത്ത് ചെയ്യുന്നതായിരിക്കും. വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുകയും ആണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. 651 പുരുഷ വോട്ടർമാരും 691 സ്ത്രീ വോട്ടർമാരുമടക്കം 1342 വോട്ടർമാരുള്ള 25-ാം വാർഡായ കണ്ടേശ്വരം വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് കൊരുമ്പുകാവ് മുതൽ മാക്കുണ്ണി ശിപ്പായി റോഡ്, താണശ്ശേരി ചേലൂർ റോഡ് വഴി വടക്കോട്ട് റേഷൻ കട വരെയും അവിടെ നിന്നും കിഴക്കോട്ട് ശ്രമദാൻ റോഡ് വരെയും കിഴക്ക് ശ്രമദാൻ റോഡ് KSRTC വരെയും തെക്ക് KSRTC മുതൽ കണ്ടേശ്വരം റോഡ് വഴി വിഘ്നേശ്വര അമ്പലത്തിന്റെ സമീപമുള്ള റോഡ്, ഫാത്തിമ മാതാ ചാപ്പൽ വഴി കണ്ടേശ്വരം റോഡ് വഴി വടക്കോട്ട് ബ്രഹ്മകുളങ്ങര അമ്പലം വഴി കിഴക്കോട്ട് കണ്ടേശ്വരം റോഡ് വഴി പടിഞ്ഞാട്ട് സൗത്ത് അമേരിക്കൻ കെട്ട് റോഡ് പടിയൂർ പഞ്ചായത്ത് അതിർത്തി വരെയും പടിഞ്ഞാറ് കാർളം പടിയൂർ പഞ്ചായത്ത് അതിർത്തി കുട്ടാടൻ പാടം വരെയുമാണ് അതിർത്തി. LDF സ്ഥാനാർത്ഥിയായി അതുൽ ജയൻ, NDA സ്ഥാനാർത്ഥിയായി E ഉണ്ണികൃഷ്ണൻ, UDF സ്ഥാനാർത്ഥിയായി പ്രവീൺ ഞാറ്റുവെട്ടി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാധാകൃഷ്ണൻ കാട്ടുപറമ്പിൽ എന്നിവരാണ് ജനവിധി തേടുന്നത്. 651 പുരുഷ വോട്ടർമാരും 691 സ്ത്രീ വോട്ടർമാരുമടക്കം 1342 വോട്ടർമാരുള്ള 25-ാം വാർഡായ കണ്ടേശ്വരം വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് കൊരുമ്പുകാവ് മുതൽ മാക്കുണ്ണി ശിപ്പായി റോഡ്, താണശ്ശേരി ചേലൂർ റോഡ് വഴി വടക്കോട്ട് റേഷൻ കട വരെയും അവിടെ നിന്നും കിഴക്കോട്ട് ശ്രമദാൻ റോഡ് വഴി വിഘ്നേശ്വര അമ്പലത്തിന്റെ സമീപമുള്ള റോഡ്, ഫാത്തിമ മാതാ ചാപ്പൽ വഴി കണ്ടേശ്വരം റോഡ് വഴി പടിഞ്ഞാട്ട് സൗത്ത് അമേരിക്കൻ കെട്ട് റോഡ് പടിയൂർ പഞ്ചായത്ത് അതിർത്തി വരെയും പടിഞ്ഞാറ് കാർളം പടിയൂർ പഞ്ചായത്ത് അതിർത്തി കുട്ടാടൻ പാടം വരെയുമാണ് അതിർത്തി. LDF സ്ഥാനാർത്ഥിയായി അതുൽ ജയൻ, NDA സ്ഥാനാർത്ഥിയായി പ്രവീൺ ഞാറ്റുവെട്ടി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാധാകൃഷ്ണൻ കാട്ടുപറമ്പിൽ എന്നിവരാണ് ജനവിധി തേടുന്നത്.
തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് നമുക്ക് വികസനം ആണ് പ്രധാനം. നമുക്ക് നമ്മുടെ റോഡുകളും പ്രധാനമന്ത്രി തന്നെ പ്രത്യേകിച്ച് വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനാണ് മുന്നോട്ട് വരിക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നമുക്ക് വീടുകളിൽ ചെല്ലുമ്പോൾ അറിയാം അവർക്ക് മതിയായ വരുമാനത്തിൻ്റെ ലഭ്യതക്കുറവ് ഉണ്ട് എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ നമ്മുടെ വാർഡ് വലിയൊരു വാർഡാണ്. അപ്പോൾ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് വനിതകളെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവർക്ക് തൊഴിൽ സംരംഭങ്ങളിലേക്ക് അവരുടെ കൈകളിലേക്ക് വരുമാനം കിട്ടാവുന്ന പദ്ധതികൾ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലൂടെ അവരുടെ ജീവിതമാർഗം മെച്ചപ്പെടുത്തുക. നഗരസഭ നല്ല രീതിയിലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേവല ഭൂരിപക്ഷം മാത്രമുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അതിൽ അനുഭവിച്ചിട്ടുള്ളത്. പല പദ്ധതികളും നമുക്ക് സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പൊതുവെ ആരോഗ്യരംഗത്തായാലും അതുമാതിരി പൊതുമരാമത്ത് മേഖലയിലായാലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ നമ്മുടെ മഴ പെയ്യുമ്പോൾ തന്നെ പല വീടുകളിലേക്കും കയറി പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷം നമുക്കറിയാം. അതാണ് ആ റോഡുകൾ ഏറ്റവും ആദ്യം തന്നെ മെച്ചപ്പെടുത്തുക, അവരുടെ ഗതാഗത യോഗ്യമാക്കി വീടുകളിലേക്ക് കടന്നു പോകാൻ ഗതാഗത യോഗ്യമാക്കുക എന്നതാണ് പ്രധാനമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുക. പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് കണ്ടേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന പാർക്ക്. അതിൽ ഇപ്പോൾ വെറും പ്ലെയിനായിട്ട് കിടക്കുകയാണ്. അത് നമുക്ക് നവീകരിച്ചുകൊണ്ട് അവിടെ ഒരു ഓപ്പൺ ജിമ്മ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. നമ്മൾ ജയിച്ചു വന്നത് തീർച്ചയായും അതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് നടത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി കെട്ടിടത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ വഴിയും കാര്യങ്ങളായിട്ട് കേസിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുമായി മുന്നോട്ട് അതിൻ്റെ ബിൽഡിംഗ് പണിയുന്ന കാര്യങ്ങളിലേക്കും ആ വഴിയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും. കാലം മുമ്പ് തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ വളരെ സത്യസന്ധമായും പ്രവർത്തനം മികവോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കേരളോത്സവം പോലുള്ള പ്രവർത്തനങ്ങൾ 9 കൊല്ലത്തോളം നടത്തിയും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കോർഡിനേറ്ററായിട്ട് 9 കൊല്ലത്തോളം ഇരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫയർഫോഴ്സിൻ്റെ 50 അംഗ സേനയുടെ ഭാഗമായിട്ട് നമ്മൾ സിവിൽ ഡിഫൻസ് അംഗമാണ്. അതുപോലെ തന്നെ നമുക്ക് കൊറോണ വന്ന സമയത്തും പ്രളയം വന്ന സമയത്തും എല്ലാം അവിടെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും നല്ല ഷെൽട്ടറിൻ്റെ ചാർജ് ഏറ്റുവാങ്ങാനും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഭക്ഷണം, സാധനങ്ങൾ, മരുന്ന്, തീയിൽ എല്ലാ സംവിധാനങ്ങൾക്കും നമുക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടിയാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വാർഡിനെ മാറ്റാൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓരോ വ്യക്തിയുടെയും ഒപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷം ആയിട്ട് നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിലും ഈ വാർഡിലടക്കം പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാത്ത വിഷയങ്ങളാണ് ആദ്യം മുൻഗണന കൊടുക്കുന്നത്. കഴിഞ്ഞ 25 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ടും നടപ്പിലാക്കാത്ത സാധനങ്ങൾ കാര്യങ്ങൾ മുൻഗണനയിൽ വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കി പിന്നീട് കാര്യങ്ങളിലേക്ക് ചെയ്യാനായിട്ടാണ് പ്രധാന പ്രശ്നങ്ങൾ പറയുന്നത്. ഒരെണ്ണം റോഡ് ഗതാഗതം. ഈ നാട്ടിലെല്ലാവരും നടക്കുന്നതാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന വഴികളിലാണ്, അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ കുടിവെള്ള പ്രശ്നമുണ്ട് പടിഞ്ഞാറൻ മേഖലയിലുള്ളത്. ഈ വാർഡിനെ സംബന്ധിച്ചാണെങ്കിൽ പെരുന്തോടിൻ്റെ വിഷയമുണ്ട്. മഴക്കാലത്ത് വെള്ളം കറക്റ്റായിട്ട് ഒഴുകി പോകാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്കും പറമ്പിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ. പിന്നെ ഉള്ളത് ഈ ഉണ്ടായിരുന്ന പൊതു പാർക്കുകൾ, ചെറിയ കുട്ടികൾക്കായാലും യുവജനങ്ങൾക്കൊക്കെ വന്നിരിക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ട് പോലും അതൊന്നും ഒരു തരത്തിലും ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് വളരെ മോശമായിട്ടൊരു ഭരണമാണ്. അത് അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനം മാത്രമായിട്ടാണ് ഈ ഭരണം അവർ കണ്ടിരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ കാണും. നമ്മളിപ്പോൾ ഈ വാർഡിലേക്ക് മറ്റ് പ്രവർത്തനങ്ങളായിട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാവാൻ പറ്റുന്നു. നമ്മൾ ഈ ഒരു സ്ഥാനാർത്ഥി എന്നതിൽ ഈ ഘട്ടത്തിലാണ് ഇറങ്ങിയത്. അതിന് മുന്നേ പല പരിപാടികളായിട്ടും DYFI ആയിട്ട് ഇറങ്ങുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ പ്രാഥമിക കാര്യങ്ങൾ പോലും മെച്ചപ്പെടുത്താനോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒരു മുന്നോട്ട് അതിനുള്ളൊരു പ്രവർത്തനത്തിലേക്കും ചുവട് വയ്ക്കാത്തൊരു നഗരസഭയാണ്
നല്ല രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ കാഴ്ചപ്പാടിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അവർ വിദ്യാഭ്യാസം ഉണ്ട്, മറ്റൊരു വിദ്യാഭ്യാസം ഇല്ല എന്നല്ല, പുതിയ കാഴ്ചപ്പാടുകളും വിദ്യാഭ്യാസം വരുമ്പോൾ മുൻകൂട്ടി അതല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് കാണാനായിട്ട് അവർക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചും കൂടി കഴിവുണ്ട്. നമ്മളിപ്പോൾ ഒരു 5 വർഷത്തേക്കോ 2 വർഷത്തേക്കോ മാത്രമുള്ള പ്രവർത്തനങ്ങളല്ല, ഇനിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവർക്ക് ഈ കാരണം പ്രാഥമിക സൗകര്യങ്ങളും നാച്ചുറൽ റിസോഴ്സസ് ആയാലും എല്ലാ സാധനങ്ങളും ഉപയോഗിക്കേണ്ടതുണ്ട്. അതും കൂടി മുൻകണ്ടുകൊണ്ട് കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള പ്രൊഫഷണലായ രീതിയിൽ എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം, പ്ലാൻ ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു മാതൃക പൊതുജനങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു യുവാക്കൾക്ക് ഒരു ഗുണമുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ പറഞ്ഞ പോലെ ഈ വാർഡിൽ ഇതുവരെ നടപ്പിലാക്കാത്ത അല്ലെങ്കിൽ പെൻഡിങ് ആയി നിൽക്കുന്ന വിഷയങ്ങൾക്കായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി. അത് നടപ്പിലാക്കിയതിന് ശേഷം ഈ ഇവിടുത്തെ ഗതാഗതം, അതുപോലെ തന്നെ ഈ പടിഞ്ഞാറൻ മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു പൊതുഗതാഗത സംവിധാനം ഇല്ല. അപ്പോൾ ഒരു ബസ് റൂട്ട്, ടൗൺ ടു ടൗൺ ബസ് റൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പറഞ്ഞത്, ഈ തോട് ഈ വാർഡിനെ മാത്രമല്ല, ഈ 1, 2, 3 വാർഡുകളെ ബന്ധിപ്പിച്ചിട്ടുള്ളൊരു തോടാണ്. അതിൻ്റെ അലൈൻമെൻ്റൊക്കെ കറക്റ്റ് എടുത്ത് അതിൻ്റെ എവിടേക്കാണ് അതിൻ്റെ ഫോൾട്ടുകൾ, എവിടേക്കാണ് ഒബ്സ്ട്രക്ഷൻ വരുന്നത്, അതൊക്കെ മാറ്റിക്കൊണ്ട് വെള്ളം സുഖമായിട്ട് ഒഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ കണ്ടേശ്വരം പാർക്കിൻ്റെ വിഷയം, അതിങ്ങനെ ഒരു നാഥനില്ല കളരി പോലെ എടുക്കുകയാണ്. അതിനെ മെച്ചപ്പെടുത്തി കുട്ടികൾക്ക് അതുപോലെ തന്നെ വയോജനങ്ങൾക്കൊക്കെ ഉപയോഗമായിട്ട് വൈകിട്ട് വന്നിരിക്കാനും കളിക്കാനൊക്കെ ഉള്ളൊരു കളിസ്ഥലമായിട്ട് വരികയാണ്. പിന്നെ നമ്മളെ തൊട്ടപ്പുറത്തുള്ളതാണ് ഒരു 3.5 ഏക്കറായിട്ട് 1995-2000 ഇടതുപക്ഷ മുന്നണി ഉണ്ടായിരുന്നപ്പോൾ മേടിച്ചിട്ട ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അത് മുന്നണി വരുന്നതനുസരിച്ചിട്ട് എന്തൊക്കെയാണോ പ്രവർത്തനങ്ങൾ അവർ പറയുന്നത് അത് വിജയിപ്പിക്കാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏകോപിപ്പിക്കുന്നത്. സംബന്ധിച്ചിടത്തോളം ഒരു നിലവിലുണ്ടായിരുന്ന അംഗനവാടി അവിടെ വേറൊരു വന്നപ്പോൾ അവിടെ നിന്ന് പൊളിച്ചു മാറ്റുണ്ടായി. നിലവിൽ അംഗനവാടിക്ക് ഒരു കെട്ടിടമില്ല. ഒരു സ്വകാര്യ വ്യക്തി അവരുടെ ഒരു സ്ഥലത്തിന് കൊടുത്തിട്ടാണ് അംഗനവാടി ഇപ്പോൾ നിലവിൽ പണിയാനുള്ളൊരു ഇതായിട്ടുള്ളത്. അത് കൊടുത്തിട്ട് പോലും കഴിഞ്ഞ നഗരസഭയ്ക്ക് അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനോ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളുടെ ഒപ്പം തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അംഗനവാടിക്ക് ഒരു കെട്ടിടം എന്നുള്ളത്. ഞങ്ങളുടെ മുൻ കൗൺസിലർ അമ്പിളി ജയൻ ചെയ്ത കാര്യങ്ങളിൽ ബാക്കി തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഏത് നേരത്ത് വിളിച്ചാലും ഞാൻ വിളിപ്പുറത്തുണ്ടാവും ആൾക്കാർ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉദ്ദേശം. പിന്നെ കേന്ദ്ര പദ്ധതികൾ കുറേ ഉണ്ട്, അതൊന്നും ഇവിടെ ഇന്നേ വരെ ചിലവഴിച്ചിട്ടില്ല. പിന്നെ പടിഞ്ഞാറൻ മേഖല വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്, അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. അത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഒറ്റക്കെട്ടായിട്ട്. എന്നാൽ വളരെ മോശം, കാരണം പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കൊല്ലത്തോളമായി കോൺഗ്രസ് ഭരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്തേക്കണം ഒന്നും ചെയ്തില്ല. റോഡുകളും എല്ലാം കണ്ടാൽ തന്നെ അറിയാമല്ലോ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് റോഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ശരിയാക്കാമെന്ന് പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യം കൊടുക്കുന്ന പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് ചെല്ലുക, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ച് അതിനുള്ളൊരു നിവൃത്തി ഉണ്ടാക്കുക. അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ വിചാരിച്ചേക്കുന്നത്. പിന്നെ എല്ലാ ആഴ്ചയിലല്ല, എല്ലാ മാസങ്ങളിലും ഒരിക്കലെങ്കിലും ഞാൻ എല്ലാവരുടെ അടുത്ത് ചെന്നിരിക്കും. 499 പുരുഷ വോട്ടർമാരും 641 സ്ത്രീ വോട്ടർമാരുമടക്കം 1140 വോട്ടർമാരുള്ള 24-ാം വാർഡായ പൂച്ചക്കുളം വാർഡ് പട്ടികജാതി വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് പൂച്ചക്കുളത്തിന് സമീപമുള്ള പൂമംഗലം പഞ്ചായത്ത് ബൗണ്ടറി റോഡിൽ നിന്നും സൗത്ത് അമേരിക്കൻ കെട്ട് റോഡ് വഴി, കിഴക്കോട്ട് കണ്ടേശ്വരം പൂച്ചക്കുളം റോഡ് വഴി, ബെത്സേദ റോഡ് വഴി വടക്കോട്ട് നീങ്ങി, കണ്ടേശ്വരം അമ്പലത്തിന്റെ പടിഞ്ഞാറേ നട വഴി തെക്കോട്ട് നീങ്ങി, കണ്ടേശ്വരം റോഡ് വഴി കിഴക്കോട്ട് നീങ്ങി, ഫാത്തിമ ചാപ്പൽ വഴി, കണ്ടേശ്വരം ആലിന്റെ മുൻവശം വഴി കിഴക്കോട്ട് ബസ് സ്റ്റാൻഡ് വരെയും, കിഴക്ക് KSRTC ബസ് സ്റ്റാൻഡ് പെരുവില്ലിപ്പാടം റോഡിൽ അംഗൻവാടി വഴി കാട്ടിക്കുളം റോഡ് വരെയും, തെക്ക് കാട്ടിക്കുളം റോഡ് മുതൽ പൂച്ചക്കുളത്തിന് പിറകിലൂടെ പൂമംഗലം പഞ്ചായത്ത് വരെയും, പടിഞ്ഞാറ് പൂച്ചക്കുളത്തിന് സമീപമുള്ള പൂമംഗലം പഞ്ചായത്ത് അതിർത്തി സൗത്ത് അമേരിക്കൻ കെട്ട് റോഡ് വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി അമ്പിളി ജയൻ, UDF സ്ഥാനാർത്ഥിയായി ബിന്ദു വിനയൻ, LDF സ്ഥാനാർത്ഥിയായി റോഷ്നി വിജയകുമാർ എന്നിവരാണ് ജനവിധി തേടുന്നത്.
എൻ്റെ മുൻ കൗൺസിലർമാരായ സന്തോഷ്, ജോയി ചേട്ടൻ, കള്ളിക്കാരൻ വർഗീസ് ചേട്ടൻ, അവരൊക്കെ എല്ലാ കാര്യങ്ങളും നന്നായി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നന്നായി ഭംഗിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നന്നായി പോയിട്ടുണ്ട്. ഇപ്പോൾ റോഡുകളാണെങ്കിൽ ഡിസംബർ ലാസ്റ്റോട് കൂടി പണികളൊക്കെ തുടങ്ങുന്നതാണ്. പിന്നെ വെള്ളം സൗജന്യമായി എല്ലാവർക്കും കൊടുക്കുക. ഫസ്റ്റ് വെള്ളം, റോഡ്, വെളിച്ചം, ഇതാണ് ഫസ്റ്റത്തെ. അതായത് പഴയ 28-ാം വാർഡ്, ഇപ്പോൾ നിലവിലുള്ള ഈ 24-ാം വാർഡിൽ ഏറ്റവും അധികം UDF ഭരിച്ചൊരു വാർഡാണ്. 20 വർഷക്കാലമായിട്ട് UDF ഭരിച്ച വാർഡാണ്. അവിടെ ഏറ്റവും അധികം ശോചനീയമായി കിടക്കുന്ന ഒരു കോതക്കുളമുണ്ട്. 1.5 ഏക്കറിൽ കിടക്കുന്ന ഒരു കോതക്കുളം. ഇതുവരെയായിട്ടും അതിനൊരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വാർഡിൻ്റെ കൗൺസിലറായിട്ട് എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോതകുളം നവീകരിക്കണം. അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ അതിൻ്റെ ജലസേചനം പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് ചെയ്യണം എന്നുള്ളതാണ്. നഗരസഭാ ഭരണത്തിൽ ഞാൻ കൗൺസിലറായിരുന്നല്ലോ. 10 വർഷമായിട്ട് ഞാൻ കൗൺസിലറാണ് നഗരസഭയിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടുന്ന നിസ്സാരമായിട്ടുള്ള തുകകളാണ്. 14 ലക്ഷം രൂപ, 15 ലക്ഷം രൂപയൊക്കെയാണ് ഓരോ വാർഡിലേക്ക് ഓരോ വർഷം കിട്ടുന്നത്. അപ്പോൾ പരിമിതികളുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കഴിഞ്ഞ ഭരണം അത്ര നല്ലതായിരുന്നില്ല. അത് അങ്ങനെയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ പദ്ധതികൾ പലതും ഇവിടെ പ്രാവർത്തികമാക്കാനായിട്ട് ഈ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. അതായത് 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയുഷ് ഭാരത് എന്നുള്ള ഇൻഷുറൻസ് നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഇവിടെ കേരള സംസ്ഥാനം സമ്മതിക്കുന്നില്ല. അവർ ഭരിക്കുന്ന LDF സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. ഒരുപാട് പ്രായമായവർക്ക് കിട്ടുന്ന ആ ഒരു വലിയൊരു തുക കിട്ടാതെ ആക്കുന്ന ആ ഒരു രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വാർഡ് കൗൺസിലറായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വാർഡിൽ ഒരുപാട് ചെയ്യാത്ത ഒരുപാട് വർക്കുകളുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരുപാട് നിരവധി വർക്കുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ കാണാം, നമുക്ക് ഈ കണ്ടേശ്വരം ചേലുക്കാവിൻ്റെ അടുത്തേക്കുള്ള റോഡുകൾ തകർന്നെടുക്കുന്നു. അതുപോലെ കണ്ടേശ്വരം പൂച്ചക്കുളം റോഡ് തകർന്നെടുക്കുന്നു. അതൊന്നും ഇവിടെ ശരിയാക്കാനായിട്ട് ഈ വാർഡിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഈ പൂച്ചക്കുളം വാർഡിൻ്റെ പേര് പോലെ തന്നെ നിരവധി കുളങ്ങളുള്ള ഒരു വാർഡാണിത്. അതിൻ്റെ ഒക്കെ ശോചനീയാവസ്ഥ കണ്ടാലറിയാം നമുക്ക് ഇവിടെ അതിനൊന്നും ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് മുഴുവനായിട്ടും അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് ഡ്രൈനേജുകളും റോഡുകളും ഈ കുളങ്ങളും മാറ്റാൻ സാധിക്കും. എല്ലാം വാർഡിൽ 2 അംഗൻവാടികളാണ് നിലവിലുള്ളത്. അതിലൊരു അംഗൻവാടി കുറച്ച് സ്ഥലപരിമിതിക്കുള്ളിലാണ് ഒരു കെട്ടിടം നിലനിൽക്കുന്നത്. അതിലൊരു പ്രൈവറ്റ് വ്യക്തിയുടെ ഒരു 1/2 സെൻറ്റ് സ്ഥലം മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് പരമാവധി ആ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട് അതൊന്ന് വിട്ട് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് നിർമ്മിക്കാനുള്ളൊരു സ്ഥലമാവും. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കുന്നതായിരിക്കും. കാരണം ഞാൻ മുൻപുണ്ടായിരുന്ന നിലവിൽ കൗൺസിലറായിരുന്ന 25-ാം വാർഡ്, പഴയ 29-ാം വാർഡിൽ നമ്മൾക്ക് 4 സെൻറ്റ് സ്ഥലം സൗജന്യമായിട്ട് വാങ്ങിക്കുന്നതിനും അതിനിപ്പോൾ 15 ലക്ഷം രൂപ നമ്മൾ നഗരസഭയിൽ നിന്ന് എടുത്തുകൊണ്ട് ICDSൻ്റെ ഒരു ഫണ്ടോട് കൂടിയിട്ട് 15 ലക്ഷം രൂപയുടെ ഒരു ഹൈടെക് അംഗൻവാടിയാണ് നിർമ്മിക്കാനായിട്ട് ആ വാർഡിൽ പോകുന്നത്. അതേപോലെ ഈ കുട്ടികൾക്ക് സൗകര്യപ്രദമാക്കുന്ന ഒരു ചെറിയ പാർക്ക് നിർമ്മിക്കാനായിട്ട് ആ വ്യക്തിയെ കണ്ട് നമ്മൾ ആ ഒരു ഭാഗം കൂടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം, വലിയൊരു ആഗ്രഹം ഉണ്ട് ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതും കൂടി നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട് എനിക്ക്. അപ്പം നമുക്ക് ജനങ്ങൾക്ക് നമ്മൾ ഇത്രയും വോട്ട് ചെയ്ത ഒരാളെ ജയിപ്പിച്ച് വിടുമ്പോൾ അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കടമ. അപ്പം അതിവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അവർ റോഡ് നന്നാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫോക്കസ്. പിന്നെ അടുത്തത് വരുന്നത് കോതക്കുളമാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് ഒന്ന് കടന്നു പോയപ്പോൾ ഞാൻ ഫസ്റ്റ് അത് കാണുന്ന സമയത്ത് എനിക്ക് പണ്ട് തൊട്ടുള്ള വിചാരം അത് പാടമാണെന്നാണ്. പിന്നെ ഇങ്ങനെ അറിഞ്ഞപ്പോഴാണ് അത് കുളമാണെന്നുള്ള കാര്യം അറിയുന്നത്. കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ അത് മൊത്തം ചണ്ടിയൊക്കെ മൂടിക്കിടന്ന് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അപ്പോൾ അത് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന 2ാമത്തെ വിഷയം. സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളാണ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മുടെ ഈ വാർഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. ഇപ്പോൾ 1-2 വീടുകളിൽ മാത്രം അത്രയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുള്ളൂ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് മുനിസിപ്പലിൽ നിന്ന് കൂടി വെള്ളത്തിനെയാണ്. അപ്പോൾ 2-3 ദിവസം നമുക്ക് വെള്ളം തീരെ കിട്ടാതെ എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഗണനയിൽ എടുക്കുക. പിന്നെ അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞ്
കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അത്ര കാര്യമായിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പുറത്തായിരുന്നു, ഞാൻ പുറത്ത് 4 കൊല്ലം പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് പോയ സമയത്ത് എങ്ങനെയായിരുന്നു ഇരിഞ്ഞാലക്കുട, അതേപോലെ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നപ്പോഴും. ഒരു രീതിയിലുള്ളൊരു വികസനം ഞാൻ കണ്ടില്ല. കാരണം നമ്മളൊന്ന് പോയി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ലോ. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു വ്യത്യാസം ഞാൻ ഇതുവരെ ഫീൽ ചെയ്തില്ല. അതിപ്പോൾ വീട്ടുകാരോട് ചോദിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നാട്ടുകാരോട് ചോദിക്കുമ്പോഴും ഒരു തരത്തിലുള്ള വികസനം നമ്മുടെ ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ നടന്നിട്ടില്ല. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ റോഡുകൾ നന്നാക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം സഞ്ചാരയോഗ്യമായ ഒരു റോഡുകൾ എന്ന് പറയുന്നത് എല്ലാ ഓരോൻ്റെ അവകാശമാണ്. നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യം റോഡ് നന്നാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് കോതക്കുളം നല്ല ഇതായിട്ടുള്ള രീതിയിൽ ശുചീകരിച്ച് അത് ഉപയോഗം പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കുടിക്കാൻ ഇതാണോന്ന് അറിയില്ല. എന്നാലും പറ്റാവുന്ന രീതിയിൽ നമ്മളത് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യുന്ന കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം 2-3 വീടുകൾ കയറിയപ്പോൾ അവർ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും എന്നോട് ഉന്നയിച്ചിരുന്നു. അതിപ്പോൾ ചികിത്സ സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിലും ബാക്കി പല കാര്യങ്ങളും ഉന്നയിച്ചിരുന്നു. അതൊക്കെ ശരിയാക്കാൻ. 539 പുരുഷ വോട്ടർമാരും 624 സ്ത്രീ വോട്ടർമാരുമടക്കം 1163 വോട്ടർമാരുള്ള 23-ാം വാർഡായ ഉണ്ണായി വാര്യർ കലാനിലയം വാർഡ് സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് കണ്ടേശ്വരം പൂച്ചക്കുളം റോഡിൽ KSRTC ബസ് സ്റ്റാൻഡ് പെരുവല്ലിപ്പാടം റോഡ് മുതൽ കിഴക്കോട്ട് കൂടൽമാണിക്യം പടിഞ്ഞാറേ നടവഴി തെക്കോട്ട് നീങ്ങി തെക്കേ നടവഴി തെക്കോട്ട് രാമൻചിറ തോട് വഴി കിഴക്കോട്ട് പേഷ്കാർ റോഡ് വഴി വടക്കോട്ട് ബസ് സ്റ്റാൻഡ് റോഡ് വഴി കിഴക്കോട്ട് ചെറുമുക്ക് അമ്പലം റോഡ് വരെയും കിഴക്ക് ബസ് സ്റ്റാൻഡ് കൂടൽമാണിക്യം റോഡിൽ ചെറുമുക്ക് അമ്പലം റോഡ് വഴി തെക്കോട്ട് രാമൻചിറ തോട് വഴി പടിഞ്ഞാറോട്ട് പേഷ്കാർ റോഡ് തെക്കോട്ട് പോട്ട 3 പീടിക റോഡ് വരെയും തെക്ക് പോട്ട 3 പീടിക റോഡിൽ പേഷ്കാർ റോഡ് മുതൽ പടിഞ്ഞാറോട്ട് കാട്ടിക്കുളം റോഡ് വരെയും പടിഞ്ഞാറ് കാട്ടിക്കുളം റോഡ് പെരുവല്ലിപ്പാടം വഴി അംഗൻവാടി വഴി KSRTC ബസ് സ്റ്റാൻഡ് വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി ഗീത പുതുമന, UDF സ്ഥാനാർത്ഥിയായി ജുനിഷ പ്രവീൺ, LDF സ്ഥാനാർത്ഥിയായി സൗമ്യ സിബോഷ് എന്നിവരാണ് ജനവിധി തേടുന്നത്. ഒന്ന് തെരുവുനായ ശല്യം, 2 നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ, പിന്നെ കുടിവെള്ള പ്രശ്നം, വെള്ളം മഴക്കെട്ട് വരുമ്പോൾ വെള്ളപ്രശ്നം. കുറേ ഏരിയ പെരുവല്ലിപ്പാടം കുറച്ച് ഏരിയയൊക്കെ വെള്ളം കയറുന്ന ഏരിയയാണ്. തോട്ടിലൊക്കെ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഈ വാർഡ് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ഈ വാർഡിലെ ആശാവർക്കറാണ്. എല്ലാവരെയും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാവരും എനിക്കറിയാം. കഴിഞ്ഞ 5 വർഷമല്ല, അപ്പോൾ കഴിഞ്ഞ 15 വർഷം ഈ വാർഡ് ഭരിച്ചത് വളരെ മോശമാണ്. മാറ്റം ഉണ്ടായിട്ടില്ല. 15 വർഷം BJP ഭരിച്ചിട്ട് ഈ വാർഡിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒന്ന് മെയിനായിട്ട് വെള്ളക്കെട്ട് പ്രശ്നം, ഒന്ന് റോഡ്, മെയിനായിട്ട് റോഡിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ അത് പരാതി നമുക്ക് നിരവധി കേൾക്കുന്നുണ്ട്. എല്ലാ ഏരിയയിലേക്കും നമുക്ക് പോകുമ്പോൾ നമ്മുടേതായ സർവേക്ക് നമ്മൾ പോകുമ്പോൾ പറയുന്നത് വെള്ളക്കെട്ടും ഈ റോഡും പിന്നെ തെരുവുനായ. അപ്പോൾ അതൊരു പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ് തെരുവുനായയുടെ. അത് നമ്മുടെ മുൻ ആൾക്കാർ വാർഡ് ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് അവരെ തീറ്റിപ്പോറ്റുന്നതും സംരക്ഷിക്കുന്നതും. പെരുവല്ലിപ്പാടം റോഡിൻ്റെ നിർമ്മാണം, രാമഞ്ചിറ തോട് നിർമ്മാണം, പിന്നെ വെള്ളക്കെട്ട് അവിടെയാണ് രൂക്ഷമായിട്ട് കാണുന്നത്. തെരുവുനായ ശല്യം, അതൊക്കെ മെയിൻ പ്രശ്നങ്ങളായിട്ട് ഉള്ളത് ഞങ്ങളുടെ വാർഡിൽ. 5 വർഷമായിട്ടും നമ്മുടെ ഈ വാർഡിൽ വികസനം മുരടിപ്പാണ് ഉള്ളത്. അത് ഞാൻ ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് കാര്യത്തിനും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും ഞാൻ. 15 വർഷമായിട്ടും ഈ നമ്മുടെ ഈ വാർഡിൽ വെള്ളക്കെട്ടിനൊരു ഇതും വന്നിട്ടില്ല. പിന്നെ അതുപോലെ പെരുവല്ലിപ്പാടം പുറന്തോടിന് ഒരു വാഗ്ദാനമായിട്ട് മാറിയേക്കാണ്. പിന്നെ തെരുനായ്ക്കളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ട് ചെയ്യും വാഗ്ദാനം ചെയ്യുന്നു. 499 പുരുഷ വോട്ടർമാരും 560 സ്ത്രീ വോട്ടർമാരുമടക്കം 1059 വോട്ടർമാരുള്ള 29-ാം വാർഡായ ബസ് സ്റ്റാൻഡ് വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് കാട്ടൂർ റോഡിൽ MG റോഡ് മുതൽ
കിഴക്കോട്ട് ഇരിങ്ങാലക്കുട കാട്ടൂർ ബൈപ്പാസ് ജംഗ്ഷൻ വഴി, വടക്കോട്ട് AKP ജംഗ്ഷൻ വഴി, കിഴക്കോട്ട് ക്രൈസ്റ്റ് കോളേജ് റോഡിൽ ഡോക്ടർ അംബേദ്കർ റോഡ് വരെയും, ഡോക്ടർ അംബേദ്കർ റോഡ് മുതൽ തെക്കോട്ട് തോട് വഴി MLA റോഡ് വഴി, തെക്കോട്ട് കാട്ടൂർ ബൈപ്പാസ് റോഡ് വഴി, കിഴക്കോട്ട് ഞാവരിക്കുളം റോഡ് വഴി വടക്കോട്ട് നീങ്ങി, കിഴക്കോട്ട് തെക്കേത്തല റോഡ് മാരാത്ത് ലൈൻ വഴി കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് വരെയും, കിഴക്ക് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ മാരാത്ത് ലൈൻ മുതൽ ഡാണ ജംഗ്ഷൻ വരെയും, തെക്ക് ഡാണ ജംഗ്ഷൻ മുതൽ ഇരിങ്ങാലക്കുട മെയിൻ റോഡ് കൂടൽമാണിക്യം റോഡിൽ പാട്ടമാളി റോഡ് വരെയും, പടിഞ്ഞാറ് പാട്ടമാളി റോഡ് മുതൽ വടക്കോട്ട് നീങ്ങി പടിഞ്ഞാറോട്ട് PWD എഞ്ചിനീയറിംഗ് ഓഫീസ് റോഡ് വഴി, വടക്കോട്ട് വടക്കേക്കര ലൈൻ വഴി, ചാച്ചുചാക്യാർ വഴി, MG റോഡ് വഴി കാട്ടൂർ റോഡ് വരെയുമാണ് അതിർത്തി. LDF സ്ഥാനാർത്ഥിയായി അനീജ മേജോ, UDF സ്ഥാനാർത്ഥിയായി ഡെലി സിജു യോഹന്നാൻ, NDA സ്ഥാനാർത്ഥിയായി ബിന്ദു സന്തോഷ് ചെറാക്കുളം എന്നിവരാണ് ജനവിധി തേടുന്നത്. 29ാം വാർഡാണ് വരുന്നത്. അതായത് ബസ് സ്റ്റാൻഡ് വാർഡാണ്. ഡാണാവ് തൊട്ട് പാട്ടമാലി റോഡ് വരെയാണ് അതിൻ്റെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ഏരിയ ആണ്. അതിൽ മെയിനായിട്ട് വരുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് കുറേ കാലങ്ങൾ മുന്നേ, വർഷങ്ങൾ മുന്നേ പണിതിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. അന്ന് ആവശ്യമുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ നമ്മുടെ ബിൽഡിങ്ങുകളായാലും ഒക്കെയും കുറേ അശാസ്ത്രീയമായ രീതിയിൽ, അശാസ്ത്രീയം എന്ന് പറയാൻ പറ്റില്ല, പണ്ടത്തെ ഒരു രീതിയിലാണല്ലോ പണിതത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് പണ്ടുണ്ടായിരുന്ന അത്തരം ബസ്സുകളല്ല ഇന്നുള്ളത്, അന്ന് വരുന്ന ആൾക്കാരല്ല ഇന്ന് വരുന്നത്. അപ്പോൾ വണ്ടികൾ വരുന്ന രീതിയും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അവിടെ ടോയ്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. പക്ഷെ അത് അത്ര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ബസ് സ്റ്റാൻഡ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിലാണെങ്കിൽ ഒരുപാട് പട്ടികളുണ്ട്, പ്രാവുകളുണ്ട്. അങ്ങനെ ഒട്ടും നമുക്ക് സേഫായിട്ട് തോന്നുന്ന ഒരു സ്ഥലമല്ല. അതുപോലെ തന്നെ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ബൈപ്പാസ് റോഡ്. ബൈപ്പാസ് റോഡിൽ നിറയെ കുണ്ടും കുഴിയാണ്. അവിടെ നിന്ന് അതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത സ്ഥലം വിട്ടുകൊടുത്ത ആൾക്കാർക്ക് വരെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി നിൽക്കുന്ന ഇപ്പോൾ ഒരു റോഡാണ്. അപ്പോൾ ആ ബൈപ്പാസ് റോഡ് നന്നായി ഒന്ന് പുരോഗമനിക്കണം. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റോഡാക്കി എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് നവീകരിക്കണം. അതാണ് മെയിനായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ. നഗരസഭയ്ക്ക് കിട്ടിയ പൈസ പോലും നമുക്ക് ഉപയോഗിക്കാത്ത രീതിയിലാണ് ഉള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മുനിസിപ്പാലിറ്റി മനഃപൂർവ്വം തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ചെയ്യാൻ പറ്റിയിട്ടും ചെയ്യാതിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അതായത് 29ാം വാർഡിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളല്ല ബസ് സ്റ്റാൻഡും ബൈപ്പാസും. അത് ഇരിഞ്ഞാലക്കുടയിൽ വന്നു പോകുന്ന എല്ലാവർക്കും ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ, റോഡുകളും അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ്, അതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ രണ്ടും മെയിനായിട്ട് ഞാൻ പറയുന്നത് റോഡുകളും ബസ് സ്റ്റാൻഡാണ്. ഞങ്ങളിപ്പോൾ 3ാമത്തെ റൗണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് റോഡുകളുടെ കാര്യമാണ് പറയുന്നത്. റോഡുകൾക്ക് ഈ ഒരു മഴ അവസാനിക്കുന്നതോടുകൂടി അതിന് നമുക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. തുടർഭരണം ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഒരു 5 വർഷക്കാലം സർക്കാരിൽ നിന്ന് ലഭിച്ച ഫണ്ടുകൾ മുഴുവനായി വിനിയോഗിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു. അതുപോലെ തന്നെ അത് തുല്യമായി എല്ലാ വാർഡുകൾക്കും വീതിച്ചു കൊടുത്ത് തുല്യ വികസനം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചു. തുടർഭരണം 25 വർഷം നമ്മൾ ഭരിച്ചു. ഇനി തുടർഭരണം നമുക്കുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉത്തമമായ പ്രതീക്ഷയുണ്ട്. ഈ വാർഡിലാണ് നമുക്ക് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ആ ബസ് സ്റ്റാൻഡിൻ്റെ കാലോചിതമായ പുനരുദ്ധാരണം ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. പ്രധാന പാതയായ ബൈപ്പാസ്, അതിൻ്റെ നവീകരണം, 2 സൈഡിലും കാന കെട്ടി അതിനെ ബലപ്പെടുത്തി രാജകീയ പാതയാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായ ഞാവരിക്കുളം, അതിൻ്റെ പുനരുദ്ധാരണം, അതുപോലെ തന്നെ അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നീന്തൽ പഠിക്കുന്നതിനുള്ള ഒരു സ്ഥലമാക്കി ഞങ്ങൾ തീർക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വാർഡിലുള്ള ബാക്കി കേടായ എല്ലാ റോഡുകളും നമുക്ക് റീടാർ ചെയ്ത് നമുക്ക് സഞ്ചാരയോഗ്യമാക്കാനായിട്ട് സാധിക്കും. ഇത് ഇനി മാറും. വികസിത ഇരിഞ്ഞാലക്കുട എന്നതാണ് ലക്ഷ്യം. തകർന്ന റോഡുകൾ, അതുപോലെ തന്നെ തെരുവ് നായകളുടെ ശല്യങ്ങൾ, ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ശല്യങ്ങൾ, പൊതുശല്യങ്ങൾ,
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോന്ന് പഠിച്ച് എന്താണോ ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യും. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭ എന്ന് പറയുന്നത് മാറി മാറി വരുന്ന ഓരോ 3 പേരാണ് ഭരിച്ചത്. ഒരാൾക്ക് ഭരിക്കാനുള്ള എന്താ പറയുക, ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് അടുത്ത ആളെ കൊണ്ടുവച്ചിട്ട് അടുത്ത ആൾ പഠിച്ചു വരുമ്പോൾ പിന്നത്തെ ആളായിരുന്നു ആൾ മാറുക. അപ്പം ഒരാൾക്ക് കൃത്യമായിട്ടിരുന്ന് ഭരിക്കാനുള്ള ഒരു സംവിധാനം ഇരിക്കാതെ BJP സർക്കാർ വന്നാൽ ഞങ്ങൾ ആരാണോ ഭരിക്കുന്നത് അവർ 5 കൊല്ലവും അവർ തന്നെ ഭരിച്ച് എന്താണ് ഇരിഞ്ഞാലക്കുടയുടെ വികസനം എന്ന് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ഭരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി, അതായത് ഇപ്പോൾ ട്രിപ്പിൾ എഞ്ചിൻ, ഞങ്ങളുടെ ഇത് തന്നെ പറയുന്ന ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്നാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റി, MP, കേന്ദ്രം. അപ്പം എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ഫണ്ടുകൾ ധാരാളം വന്ന്, ഇപ്പം നമുക്കറിയാം എന്ത് ചെയ്യാനും ഫണ്ടുകൾ ഇവിടെ ഇല്ല. അപ്പോൾ ആ ഫണ്ടുകളൊക്കെ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇരിഞ്ഞാലക്കുടയെ ഹൈടെക് ആക്കി തീർക്കാനുള്ള ഒരു ആദ്യ ചുവടാണ്. ഫസ്റ്റ് പ്രയോറിറ്റി പറയുന്നത് ബൈപ്പാസ് റോഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം 29ാം വാർഡെന്ന് പറയുന്നത് ഠാണാവ് മുതൽ, അതായത് ഇരിഞ്ഞാലക്കുടയുടെ ഹൃദയഭാഗം മുഴുവനുണ്ട്. ഠാണാവുണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്, AKP ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് എന്നിലുള്ളത്. കാരണം ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. രാജകീയ പാതയൊന്നും ആക്കിയില്ലെങ്കിലും മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു പാതയാക്കി മാറ്റണം. ഹൈടെക് രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും വരണം. വഴിവിളക്കുകൾ കത്തണം. ബസ് സ്റ്റാൻഡിലാണെങ്കിലും ആ ഒരു കുഴി, എല്ലാ ഇതുകളും, ബസ് സ്റ്റാൻഡിൻ്റെ പുനരുദ്ധാരണം, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ 29ാം വാർഡ് എന്ന് പറയുന്നത്. AKP ജംഗ്ഷൻ പെടും, ബസ് സ്റ്റാൻഡ് പെടും, ഠാണാവ് പെടും, ബസ് സ്റ്റോപ്പുകൾ ഒക്കെ പെടും അതിൽ. അപ്പം അതിൻ്റെയൊക്കെ ഒരു നവീകരണം.